ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സാഗോ പായസം റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സേമിയ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉപയോഗിച്ചിട്ടും ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോഴത്തെ പാലൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ചവ്വരി ഹാഫ് അവർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടി ചേർക്കാം. ചവ്വരി ചേർക്കുമ്പോഴാണ് ഈ ഒരു പായസത്തിന് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ തിളച്ച് കുറുകി വരട്ടെ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് സാഗോ പായസം റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴത്തെ പായസം കണ്ടോ, നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് റോസ്റ്റഡ് കാഷ്നട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി. ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് സാഗോ പായസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നമ്മളിതിലോട്ട് ചവ്വരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇരിക്കുന്തോറും ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. നമ്മുടെയൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണിത്. ഇതിൻ്റെ രുചി തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ കളറ് കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് സാഗോ പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.